ആഘോഷിക്കാൻ ഒരു കാരണം നോക്കി നടക്കുകയാണ് 2016 തൊട്ട് പിണറായി വിജയന്റെ സർക്കാരും ചെയ്തിട്ടുള്ളത്. അതുപോലെ 14ാം പഞ്ചവത്സര പദ്ധതി 2022-27 കാലഘട്ടത്തിൽ നടക്കുന്ന 14ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇറക്കിയ ഒരു റിപ്പോർട്ടിന്റെ അകത്ത് കേരളത്തിൽ 1,05,00,000 സാധാരണ മലയാളികൾ ഉണ്ടെന്നാണ് പറയുന്നത്. സാധാരണ മലയാളികൾ എന്ന് പറഞ്ഞാൽ ദിവസവേതനത്തിന് വേണ്ടിയിട്ട് അന്നത്തിന് വേണ്ടിയിട്ട് കൂലിപ്പണി എടുക്കുന്ന അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സാധാരണ മലയാളികളുണ്ട്. അവർക്ക് സുരക്ഷിതമായ തൊഴിലിടമില്ല, അല്ലെങ്കിൽ സുരക്ഷിതമായ തൊഴിൽ അവകാശങ്ങളില്ല എന്ന് വെച്ചാൽ എപ്പോൾ വേണേലും പിരിച്ചുവിടും അവരെ. അവർക്ക് മാന്യമായ കൂലിയില്ല എന്ന് വെച്ചാൽ 300 രൂപയാണ് ദിവസക്കൂലി. ഇവരാരും നമ്മൾ കണ്ടിട്ടില്ല എന്നൊന്നും വിചാരിക്കരുത്. ഇവരൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. ഉദാഹരണമായിട്ട് പറയുമ്പോൾ പെട്രോൾ പമ്പിൽ നിൽക്കുന്ന സ്ത്രീകൾ, തുണിക്കടയിൽ നിൽക്കുന്ന സ്ത്രീകൾ, പുരുഷന്മാർ, ആശാ വർക്കർമാർ, ഉച്ചക്കഞ്ഞി ഉണ്ടാക്കുന്നവർ, ഇവർ 1,05,00,000 ഉണ്ടെന്ന് കേരള സംസ്ഥാന സർക്കാരിന്റെ റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട്. ഈ 1,05,00,000 എന്ന് പറയുന്നത് എത്രയാണെന്നറിയോ? കേരളത്തിലെ 3.5 കോടി വരുന്ന ജനസംഖ്യയുടെ 1/3 വരുന്ന 1,05,00,000 പേര് ഇത്തരത്തിൽ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പെടാപ്പാട് തെരുവുകളിൽ ചെയ്യുമ്പോൾ ശീതീകരിച്ച ടെന്റ് കെട്ടി കസവ് ധരിച്ച പൗരപ്രമുഖരെ വിളിച്ചുകൊണ്ട് വന്ന് അവിടെ വലിയ ഫ്ലെക്സ് പോസ്റ്ററുകളൊക്കെ വെച്ച് അവർക്ക് പാലിൽ മറ്റേ കപ്പലണ്ടി ഇട്ട് ഇത് നിറച്ച് കപ്പലണ്ടി ഇട്ട് അത് കൊടുത്ത് അതോടൊപ്പം തന്നെ അവരെ വാഴ്ത്തി പാടി അവരെ ഒപ്പം നിർത്തി ഈ സാധാരണക്കാരായിട്ടുള്ള 1,05,00,000 ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന ആശുപത്രി ഇടിഞ്ഞു വീണ ബിന്ദുവിനെ പോലെ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരത്തിലിരിക്കുന്ന ആശാ വർക്കർമാരെ പോലെ കൊഞ്ഞനം കുത്തുന്ന സർക്കാർ അശ്ലീലമാണ് 2016 തൊട്ട് നടന്നിട്ടുള്ളത്. PR നടത്തുക, എന്റെ തല, എന്റെ ഫിഗർ, ഇത് മാത്രമാണ് നടന്നിട്ടുള്ളത്. ഞാൻ അതിന്റെ ഒരു ചെറിയൊരു ലിസ്റ്റ് വായിച്ചേക്കാം. 2016 ഭരണത്തിൽ വന്നപ്പോൾ ഇവിടെ ഓടി പിടിച്ച് ഗൾഫിൽ പോയിട്ട് പറഞ്ഞു അവർ തൊഴിലൊക്കെ ആർക്കെങ്കിലും നഷ്ടപ്പെട്ട മലയാളികൾക്ക് തിരിച്ചു വന്നാൽ 6 മാസത്തെ ശമ്പളം ഞാൻ തരുന്ന മുഖ്യമന്ത്രി, അന്നത്തെ ഒന്നാം പിണറായി സർക്കാരിന്റെ മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ അവിടെ ചെന്ന് മൈക്ക് കെട്ടി വെച്ച് പ്രസംഗിച്ചത്. ഇതുവരെ ഒരു പ്രവാസിക്കും കോവിഡിന്റെ സമയത്ത് ജോലി നഷ്ടപ്പെട്ടു വന്നവനും ഒരുത്തിന് പോലും ഒരു 10 പൈസയുടെ ഉപകാരം ഈ 6 മാസം ശമ്പളം പോയിട്ട് ഒരു ദിവസത്തെ കൂലി പോലും കൊടുക്കാൻ ഈ പിണറായി വിജയൻ സർക്കാരൊന്നും സാധിച്ചില്ല. പക്ഷെ അന്നത് പറഞ്ഞപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ പിണറായി വിജയൻ ഇതുപോലെ പറയാൻ മറ്റൊരു മുഖ്യമന്ത്രിക്ക് സാധിക്കുമോ? കൃത്യമായ PR വർക്കായിരുന്നത്. അത് കഴിഞ്ഞിട്ട് 2016 അത് കഴിഞ്ഞിട്ട് ചെയ്തു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് അതായത് 2018 കോടികൾ മുടക്കിയിട്ട് വൻമതിൽ, അതായത് വനിതാ മതിൽ നടത്തി. അതിന് ദേശീയ മാധ്യമങ്ങളിൽ ഭയങ്കര PR ആയിരുന്നു. ഫാസിസത്തിനെ എതിർക്കാൻ, ലിംഗനീതിക്ക് വേണ്ടിയിട്ട് കേരളത്തിലല്ലാതെ പിണറായി വിജയൻ അല്ലാതെ വേറെ ആർക്കും ഇതുപോലെ ഒരു വനിതാ മതിൽ നടത്താൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞത്. അതിന് 50 കോടി ചെലവായില്ല എന്നുള്ളതൊക്കെ തർക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2025 എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ അയ്യപ്പ സംഗമം നടത്തി അന്ന് ആ വൻമതിലിനെ എതിർത്ത സുകുമാരൻ നായരനെയും വെള്ളാപ്പള്ളി നടേശനെയും കൂടത്തി ഇരുത്തിക്കൊണ്ട് ആചാര സംരക്ഷണം നടത്തുന്ന PR വർക്കാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉടനെ അതിനോടനുബന്ധിച്ച് പറഞ്ഞു നായർ മുതൽ നായാടി വരെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിർത്തി ശ്രീനാരായണ ഗുരുവിന് ശേഷം കേരളം കണ്ടിട്ടുള്ള ഏക അല്ലെങ്കിൽ ഇനിയുള്ള ഒരു നവോത്ഥാന നായകൻ എന്നുള്ള ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്ന് നവോത്ഥാന സമ്മേളനം നടത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ നവോത്ഥാന സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന ദളിതരായിട്ടുള്ള ചില തിങ്കേഴ്സിന് മനസ്സിലായി ഇത് നവോത്ഥാനം ഒന്നുമല്ല, ഇത് PR വർക്കാണെന്ന് പറഞ്ഞിട്ട് അവർ അതിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പ്രളയം വന്നപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് 19,000 പേരെ ഈ വെള്ളത്തിൽ മുങ്ങി പോകാതെ രക്ഷിക്കാൻ സാധിച്ചത്. അവരെ കേരള സൈന്യം ഒന്ന് വിളിച്ചു. അതിന് മേളിൽ ഞാൻ രക്ഷകനെന്ന് പിണറായി വിജയൻ പറഞ്ഞു. എന്നിട്ട് ആ രക്ഷിക്കാൻ പോയ മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചു വന്നതിന് ഫ്യൂവൽ കാശ് പോലും കൊടുക്കാത്ത ആൾക്കാർ ഇവിടെ ഉണ്ട്. ആ ഫ്യൂവൽ കാശ് കിട്ടാത്തതിന്റെ പേരിൽ ഇവിടെ ആ മത്സ്യത്തൊഴിലാളികളെ ആദരിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ പരിപാടിയിൽ നിന്നും ഇറങ്ങിപ്പോയ മത്സ്യത്തൊഴിലാളികളെ എനിക്കറിയാം. അത് കഴിഞ്ഞപ്പോൾ നിപ്പ വന്നപ്പോൾ ആദ്യത്തെ നിപ്പ വന്നപ്പോൾ എന്താ പറഞ്ഞ 20 പേരിൽ രോഗികളുണ്ട്, നമ്മൾ എല്ലാവരും ചവിട്ടി പിടിച്ചിട്ടുണ്ട്, നിപ്പയെ ചവിട്ടി പിടിച്ചു, ഭയങ്കര PR വർക്ക്. അന്ന് 20+ രോഗികൾ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് 18+ രോഗികൾ മരിച്ചു. ഇപ്പോഴും നിപ്പ എല്ലാ വർഷവും വരുന്നുണ്ട്, അതിന്റെ ഉറവിടം കണ്ടെത്താനും സാധിച്ചിട്ടില്ല. ഇപ്പൊ പുതിയ ലോകത്തെങ്ങും ഇല്ലാത്തൊരു അസുഖം കേരളത്തിലുണ്ട്, അമീബിക് മസ്തിഷ്ക ജ്വരം. അതിനും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്തൊക്കെ PR ആയിരുന്നു, നമ്മൾ കുറ പിടിച്ച് നിൽക്കുന്നു, PR വെച്ചിട്ട് ചവിട്ടി നിർത്തുന്ന നിപ്പയെ നമ്മൾ തൂത്തുവാരി ഓടിച്ചു, ഫുള്ള് PR, എന്റെ ഫിഗർ, എന്റെ തല, എന്റെ ഫ്ലെക്സ്. അത് കഴിഞ്ഞ് വന്നപ്പോൾ കോവിഡ് വന്നപ്പോൾ പറഞ്ഞു കോവിഡിന് ഇതുപോലെ നിയന്ത്രിച്ച് ഇതുപോലെ ആട്ടിപ്പായിച്ച് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനമില്ല. അവസാനത്തെ കണക്കെടുപ്പ് വന്നപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിത മരണം ഉണ്ടായത് കേരളത്തിലാണ് 2ാം സ്ഥാനം. 1ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്. അവരുടെ ജനസംഖ്യ 5 കോടി, നമ്മുടെ ജനസംഖ്യ 3 കോടിയുള്ളൂ. എന്നിട്ട് പോലും നമ്മൾ 2ാം സ്ഥാനം പിടിച്ചു. അതോരണം ഇതിന്റെ ഇടയ്ക്ക് 1ാം സർക്കാരിന്റെ സമയത്ത് പറഞ്ഞു 64,000 കോടി മുടക്കി ഞങ്ങൾ ഇവിടെ കിബി കൊണ്ടുവരാൻ പോവുകയാണ്, ഇവിടെ മൊത്തം വികസനം കൊണ്ടുവരാൻ പോവുകയാണ്. അന്നേ ഞാൻ പറഞ്ഞതാ ഈ വികസനം കൊണ്ടുവരുന്നെന്ന് പറയുന്നതിന് ഒരു ഓഡിറ്റിംഗും ഇല്ല. പാലങ്ങൾ പൊളിയും, റോഡുകൾ പൊളിയും, സ്കൂളുകൾ പൊളിയും എന്ന് പറഞ്ഞു. അത് ഓരോന്നായിട്ട് വീണോണ്ടിരിക്കുക. അന്ന് ഫുൾ പേജ് പരസ്യങ്ങളായിരുന്നു കേരളത്തിലെ പത്രങ്ങളും ദേശീയ മാധ്യമങ്ങളും ഇംഗ്ലീഷ് മാധ്യമങ്ങളും. 64,000 കോടിയുടെ വികസനം കിബിയിലൂടെ പുതിയ മോഡൽ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു K-ഫോൺ ഉണ്ടെന്ന് പറഞ്ഞു. K-ഫോണിലൂടെ 20 ലക്ഷം ഇവിടുത്തെ തൊഴിലില്ലാത്ത യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കും, എല്ലാ വീട്ടിലും ഇന്റർനെറ്റ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇന്നത്തെ വാർത്ത K-ഫോണിന്റെ കടത്തിന് മൊറട്ടോറിയം കിബി പ്രഖ്യാപിച്ചിരിക്കുന്ന അന്ന് K-ഫോൺ പദ്ധതി കൊണ്ടുവന്ന് റിലയൻസിനെ എയർടെലിനെ ഇവിടെ ഓടിക്കുമെന്ന് പറഞ്ഞ തോമസ് ഐസക് അന്നത്തെ ധനമന്ത്രി ആ PR എല്ലാം നടത്തിയിട്ട് ഇപ്പൊ പുള്ളി മറ്റേ തൊഴിൽ ഇങ്ങനെ വാരി വിതറുന്നതിന്റെ ഇടയിൽ റിലയൻസിൽ സിം കാർഡ് വിൽക്കാനാണ് കുടുംബശ്രീക്കാരെ ജോലി ഏർപ്പാടാക്കി കൊടുത്തിട്ട് അതിന്റെ കണക്ക് പോലും ഒരു മാനവും ഇല്ലാതെ ഫേസ്ബുക്കിൽ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കാതെ. ഇതിനിടയിൽ സൗജന്യ ലാപ്ടോപ്പ്, എല്ലാ കുട്ടികൾക്കും സൗജന്യ ലാപ്ടോപ്പ്, ആപ്പിളിന്റെ ലാപ്ടോപ്പ് പൂട്ടിപ്പോകും, HP-യുടെ ലാപ്ടോപ്പ് പൂട്ടിപ്പോകും, മാക്ബുക്ക് പൂട്ടിപ്പോകും. കേരളത്തിലെ കൊക്കോണിക്സ് എന്ന് പറഞ്ഞൊരു ലാപ്ടോപ്പ് ഇറക്കി. അതിനും പിണറായി വിജയന്റെ തല, പിണറായി വിജയന്റെ ഫിഗർ. എന്നിട്ട് അതിനകത്ത് ഒരേ ഒരു കുഴപ്പമുള്ളൂ കേട്ടോ, ആ ലാപ്ടോപ്പിനെ കുറിച്ച് കുറ്റം പറയും, ഒരു സ്വിച്ച് മാത്രം വർക്ക് ചെയ്തിട്ടില്ല. അത് ഓൺ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ആ സ്വിച്ച് മാത്രമാണ് വർക്ക് ചെയ്തത്. ഇതിനിടയ്ക്ക് സീവേജ് ക്ലീനിങ്, ഇനി മേല കേരളത്തിലെ മാലിന്യ കുഴികളിൽ ഇറങ്ങുന്നവർ മരിക്കത്തില്ല, നമ്മൾ റോബോട്ടിന് ഇറക്കിയിട്ടുണ്ട്, റോബോ കൂട്ടിനെ കണ്ട പറഞ്ഞ് റോബോട്ട് ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനും PR. ഈ കഴിഞ്ഞ ആഴ്ച കട്ടപ്പനയിൽ 3 തമിഴ് തൊഴിലാളികളാണ് തോന്നുന്നു, 3 പേര് മരിച്ചിട്ടുണ്ട് മാലിന്യ കുഴി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ. കുറച്ച് നാൾ മുമ്പ് നമുക്ക് ആമേഴഞ്ചാം തോടിൽ ഒരാൾ മരിച്ചത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഈ റോബോ കൂട്ടും അന്നത്തെ PR വർക്കും അന്നത്തെ ഫ്രണ്ട് പേജ് പരസ്യം അവിടെ പോയി. അത് കഴിഞ്ഞ് കോടികൾ മുടക്കി നവകേരള സദസ് നടത്തി. അന്ന് ഒരു ബസ് 1 കോടി മുടക്കി മേടിക്കുകയും ചെയ്തു. അന്നത്തെ മന്ത്രി K. ബാലൻ പറഞ്ഞത് ഈ ബസ് കാണാൻ ആൾക്കാർ മ്യൂസിയത്തിൽ വരും, ഞങ്ങൾ ഈ ബസ് അവിടെ വെക്കാൻ. ആ ബസ് ഇപ്പോൾ ഏത് കണ്ടം ചെയ്ത വർക്ക്ഷോപ്പ്
വകുപ്പിലാണ് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് 27 കോടി മുടക്കി കേരളീയം നടത്തി. അത് എന്തിനായിരുന്നു? നിക്ഷേപ സമാഹരണം എന്ന് പറഞ്ഞു. കോടികൾ ഒഴുകിയായിരുന്നു. ഒരു മിനിറ്റ് തീർത്തേക്കാം. അന്ന് 27 കോടി കണ്ട മുടക്കി നടത്തി. അവിടെ രാമശ്ശേരി ഇഡ്ലി തൂക്കിയിടുന്നു, ആദിവാസി നൃത്തം അവതരിപ്പിക്കുന്നു, നിക്ഷേപം ഉത്സവം നടത്തിക്കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. ഒരു നിക്ഷേപം വന്നില്ല. കേരളത്തിൽ എല്ലാ കൊല്ലവും 1 ലക്ഷം 1.5 ലക്ഷം കോടിയുടെ നിക്ഷേപ വാഗ്ദാനം ഉണ്ടാവും. എന്നാൽ ഒരു പണി ഒരു പ്രോജക്ട് നടക്കത്തില്ല, മുന്നോട്ട് പോകത്തില്ല. ബലത്തിൽ ഒരു 10,000 കോടിയുടെ എന്തെങ്കിലും പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യും. എന്നാൽ അതേസമയം അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ 6.6 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് വരുന്നത്. അതെല്ലാം പ്രൊഡക്ഷൻ സെന്ററിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്, ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ PR ഒരു കുറവില്ല, ഉത്സവം നടത്തിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതിനിടയിൽ കൂടി വർഷം ലോ കേരള സഭ നടത്തിക്കൊണ്ടിരിക്കും. അതിന് 1 കോടി 2 കോടി 3 കോടി 5 കോടി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും ലോ കേരള സഭ. അവിടെയും വികസനവും ഇൻവെസ്റ്റ്മെന്റും PR-ഉം ഏജൻസിയും ഫ്ലക്സും ബോർഡും കേരളം വികസിക്കുന്നു, നവകേരളം ഉണ്ടാകുമെന്ന് പറയും. ഇതിനിടെ 22 വിദേശ യാത്രകൾ നടത്തി. ഓരോ യാത്രയ്ക്കും പറഞ്ഞ് വികസനം കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഇവിടെ ഫ്ലക്സ് അടിച്ചു, പ്രസ് റിലീസ് ഇറക്കി. അവസാനം ന്യൂയോർക്കിൽ പോയിട്ട് വരെ ലോ കേരള സഭ നടത്തി. റൂം ഫോർ റിവർ എന്ന് പറഞ്ഞു. ഇപ്പോഴും മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ റൂമിലും റിവർ കയറുന്നല്ലാതെ റിവറിന് ഒരു റൂമും ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇതിനിടെ കൂടെ വികസനം കടൽക്കൊള്ളയാണെന്ന് പറഞ്ഞു, വിഴിഞ്ഞ വികസനം കടൽക്കൊള്ളയാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ പോയിട്ട് വികസനത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ട് പോസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് അഡാനി പാർട്ണറാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചു. എന്നിട്ട് എന്താ വിഴിഞ്ഞത്ത് സംഭവിച്ചത്? അവിടെ നിന്ന് ചരക്ക് കയറ്റി പോയ 2 കപ്പൽ മുങ്ങി. ആ 2 കപ്പൽ മുങ്ങിയതുകൊണ്ട് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിലാണ്. അവരുടെ പ്രൊപ്പല്ലറുകൾ കേടാകുന്നു, അവരുടെ വലകൾ കേടാകും. ഇതാണ് പിണറായി വിജയന്റെ വികസനം. ഇത് കഴിഞ്ഞിട്ട് ഒരു ഇടയ്ക്ക് ഒരു സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ തൊഴിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഉടനെ അപ്പോൾ എന്നാൽ പിന്നെ തൊഴിൽ പ്രശ്നത്തിന് നടപടി ക്രിമിനൽ ആക്ട് അനുസരിച്ച് എടുക്കാന്നുള്ളതല്ലാതെ ഉടനെ കോൺക്ലേവ് നടത്തും. ഉത്സവം നടത്തിപ്പോൾ മാത്രമേ പരിപാടിയുള്ളൂ. കോൺക്ലേവ് നടത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അട്ടത്തെടുത്ത് വെച്ച് കഴിഞ്ഞു. അത് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് അയ്യപ്പ സംഘവും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലാലിനെ വെച്ചിട്ട് ഒരു കാര്യം കൂടി പറയാം. അബ്ജോദ് പറഞ്ഞത് PR വിജയനാണെന്നുള്ളത്. ഞാൻ PR